നമസ്കാരം. ബിന്ദു പറഞ്ഞ പോലെ ഞങ്ങൾ നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വി ആർ ഡീപ്ലി ഹംബിൾഡ്, വി ആർ സിൻസിയർലി ഹംബിൾഡ് ബൈ ദ റിസൾട്ട്. ഞങ്ങൾ വളരെ ചെറുതാവുന്നൊരു വേദിയാണത്. വളരെ വളരെ ചെറുതാവുന്ന സിനിമ എന്നൊരു മാജിക്കിന് മുന്നിൽ ഒരു വെള്ളിയാഴ്ച ഈ ടീം വളരെ ഹംബിൾഡ് ആവുന്ന ഒരു നിമിഷമാണത്. ഒരുപാട് സന്തോഷം. അധികമൊന്നും പറയാനില്ല. ഞങ്ങളിതിൻ്റെ ലോഞ്ചിന് പറഞ്ഞിരുന്നു മെയ് 9 സിനിമ സംസാരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകർ തരുന്നൊരു അതിവൈകാരികതയുണ്ട്. ആ അതിവൈകാരികത നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്നു. അധികമൊന്നും പറയാനില്ല. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണെന്ന്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. എനിക്ക് സ്ക്രീനിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. ഇത് പറയുന്ന ഒന്നും സെൻസേർഡ് അല്ല, എവിടെന്നോ വരുന്നതാണ്. ഇതിൻ്റെ പൂജയ്ക്ക് പറഞ്ഞതോടെ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. താങ്ക് യു ഓൾ ലിസണേട്ടാ. താങ്ക് യു. 2 പേരുകൾ, മഞ്ജു ചേച്ചി, ജോൺ ചേട്ടൻ, സിദ്ദീഖ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ബിന്ദു ചേച്ചി, പിന്നെ വളരെ സന്തോഷത്തോടെ ലിസ്റ്റിൻ ചേട്ടൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന 3 പേരുണ്ട്. ബിൻഡോ സ്റ്റീഫൻ, നായിക സനൽ ദേവ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. സോ വലിയൊരു താങ്ക്സ് ലിസ്റ്റിൻ ചേട്ടാ, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. പറഞ്ഞ പോലെ മാജിക് ഫ്രെയിംസിന്റെ 30ാമത് സിനിമ. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിൻ്റെ മാത്രമല്ല, ആ ടീമിൻ്റെ മൊത്തം സന്തോഷമാണ്. ഒരു പുതിയ ഡയറക്ടർ, അതോടൊപ്പം ഒരു പുതിയ സംഗീത സംവിധായകൻ, ആക്ട്രസ്, ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോട്ടെ ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ. ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന്, അതിൻ്റെ ഡയറക്ടർക്ക്, റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പടത്തിന് വേണ്ടിയിട്ടിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നു. അതിനെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ തരുന്ന ഒരു സന്തോഷവും. ഞങ്ങൾ ഈ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുൾ, എല്ലാവരും ചിരിക്കുവാണ്. പുറത്ത് വരുന്ന ഒരു റിവ്യൂസോ അല്ലെങ്കിൽ ചിലർ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു, എത്രയോ ഹിറ്റുകൾ കണ്ടേക്കുന്നു, എത്രയോ ഫ്ലോപ്പുകൾ കണ്ടേക്കുന്നു. അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ, അല്ലെ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിന്റെ ഘടകമാണ്, അത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഹിറ്റും ഫ്ലോപ്പും എന്ന് പറയുന്ന കാര്യത്തിൽ. ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. ഇപ്പൊ എല്ലാ തരം സിനിമകളും ജനങ്ങൾ ഇപ്പൊ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഏത് സിനിമയാണെങ്കിലും 100 കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ 100 കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, അതായത് ഒരു വോട്ടിന് ജയിച്ചാലും 10 വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം തന്നെയാണ്. അത് എലക്ഷന്റെ കേസിലായിക്കോട്ടെ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു നല്ല സിനിമ എടുത്തു, നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം. അത് അതിന്റെ നിർമ്മാതാവായിക്കോട്ടെ. ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്യിക്കുക. ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു. അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത്. അപ്പം ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ്. കുടുംബത്തിലുള്ള ഒരു 3 അംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള
അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പാരവയ്പും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച്, ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയത്തില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസൊക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പം അവൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്താണ് പ്രശ്നം? അപ്പം ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരുമായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന, സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആകണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവും, ചിലപ്പോൾ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോൾ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ അശ്വിന്ത് വോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ, ഞങ്ങളുടെ തന്നെ സിനിമയിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു സമൂഹത്തിന്റെ അല്ല. അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ എല്ലാ വ്യക്തികളെയും, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മളൊരു സമൂഹമായതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യാനായിട്ട്, അങ്ങനെ പോകാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ സിനിമ തിയേറ്ററുകാരുടെ തുറന്നു പറച്ചിലില് ഞങ്ങൾക്ക് ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് ഓടിപ്പോയത് കൊണ്ടിട്ടല്ല, ഒരിപ്പം മമ്മൂക്കയ്ക്ക് ന്യൂഡൽഹി കിട്ടിയതുപോലെ, രജനീകാന്തിന് ജയിലർ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഏത് സിനിമയും ഓരോരുത്തർക്കും ഓരോ സിനിമകളുണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫ്ലോപ്പ് ഇപ്പൊ ഇവൻ കൊടുക്കുന്ന ഒരു 4-5 സിനിമകൾ അടുപ്പിച്ച് ഫ്ലോപ്പ് കൊടുക്കുന്ന ഹീറോസ് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇടയിലേക്ക് ഞങ്ങളുടെ എല്ലാം ഒരു വലിയ പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പോൾ സിനിമ വിജയിക്കുക, ആളുകൾ അത് എന്റർടൈൻ ചെയ്യുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത്, ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടഫുള്ള ഒരു കാര്യമാണ്. ഏതായാലും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു പുതിയ നായിക അതിന്റെ ബെസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സോങ്സ് ആയിക്കോട്ടെ, റീ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം സന്തോഷിതരാണ്. പിന്നെ ഞങ്ങൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എടുക്കേണ്ടാത്ത കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഈ സിനിമ ഞങ്ങൾക്ക് അത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ റിസൾട്ട് തരുന്നത്. ഞാൻ എല്ലാവരോടും, ഈ സിനിമയെ സ്നേഹിച്ച, ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട, കമന്റ് ഇട്ട, ഇൻസ്റ്റഗ്രാമിൽ ഇട്ട എല്ലാവരോടും എൻ്റെ പേരിലും ഞങ്ങളുടെ ടീമിന്റെ പേരിലുള്ള നന്ദി ഇപ്പം പറയുന്നു. അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസയൊക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്കത് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഉള്ള സന്തോഷമുണ്ട്. സോ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ
ഇപ്പം അവരെനിക്ക് സുഹൃത്തുക്കളാണ്, അന്ന് എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ ബിൻഡോ സ്റ്റീഫനോട് നിങ്ങളോട് സംസാരിച്ചു. ഷാരിസിൻ്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല സിനിമയായിരുന്നു. ഇവർ വന്ന് കഥ പറയണു, ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റും വിളിച്ച് പറയുന്നു. അപ്പോൾ കഥ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത്. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട്. ഈ പുള്ളിയുടെ ഒരു കഥയാണ്, ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോടും പറയരുതട്ടെ എൻ്റെ കഥയാണ്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചത്. ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ടു നനയിപ്പിച്ച ആളാണ്. ഷാരിസിന്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഷാരിസിനോട് പറയാൻ എനിക്കൊന്നുമില്ല, ലവ് യു ബ്രദർ, അതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങളെന്നൊക്കെ പറയണ പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന്. കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ ഇപ്പം ഇവിടെ പറയണ്ടായി, എൻ്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖാണ്. എൻ്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലിലെ എൻ്റെ അച്ഛൻ. അപ്പം ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞാൽ വിളിക്കണേ. കാരണം അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയില്ലേ. അതുപോലെ ലിസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിൻ്റെ കൂടെ ഞാൻ പടം ചെയ്തിട്ടൊന്നുമില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രെയിംസ്. അപ്പോൾ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ, ലിസ്റ്റിൻ്റെ ഒറ്റ ആഗ്രഹമാണ്, ചേട്ടാ ഈ പടം അടിക്കണം, ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന. കാരണം ഞാനൊരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസൊക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഷാരിസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വീടിൽ നിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം.
അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ട് നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാൻ, ലോകത്തിനോട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ. അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗംഭീര വർക്കുകളൊന്നാണ്. അതുപോലെ ഇതിൻ്റെ സംഗീത സംവിധായകൻ സനൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച നായിക, ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഈ പടത്തിൻ്റെ ഹീറോ. ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അവർ പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ്. റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് ഒരു സിനിമ ഇത് ഹിറ്റാവും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പടങ്ങളും ഹിറ്റാവുന്ന ഞാൻ ആഗ്രഹിക്കും, വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപിൻ്റെ ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും, പിന്നെ ബിന്നോയുടെ സിനിമ, ഷാരിസിൻ്റെ സിനിമ, ലിസ്റ്റിൻ്റെ സിനിമ, ഇത് ഓടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വഴിയൊരുക്കിയ സർവശക്തനായ ദൈവത്തിനും, പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നവരല്ല, ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിൻ്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്തോ ഒന്നും ആരും വിമർശിക്കരുത്. കാരണം വിമർശിക്കുന്നവനും വിമർശനം ഏൽക്കുന്നവനും മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കോമഡി പീസാണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ. ഇങ്ങനെ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം. ചുളുവിലൊരു ഹിറ്റ് കിട്ടി. അപ്പോ സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്തതാണ്. അതൊരു അത്ഭുതമാണ്. ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ. അല്ല, നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറിൻ്റെ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ
അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്തും ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10 ദിവസത്തിനിടയിൽ ഒടുക്കത്തിൽ എന്താ പറയുക, ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്ക് പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചിട്ടൊരു കാര്യം. അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, ഇത് എന്തിനാണ് ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിൻഡോ അത് കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാനൊരു ദിവസം പറയുന്നത്. നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോൾ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോൾ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക പോവുക, അത്രല്ലേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് പടം പറ. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിഖ, ദിലീപ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും, ഇവിടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പം ദിലീപേട്ടനും സിദ്ദിഖും ഈ തെണ്ടിക്കെന്താ ഈ കാലത്ത് ഇവനെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനം ഇപ്പൊ വേണ്ട. സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും അപ്പൊ എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ എന്തിനാ വന്നെന്ന് പുള്ളിക്ക് മനസ്സിലായി. ദിലീപേട്ടൻ എന്നോട് വന്നിട്ട് എടാന്ന് വരുമ്പോഴേക്ക് തന്നെ മാറിപ്പോവും. പക്ഷെ പിന്നെ സിദ്ദിഖായിട്ട് ഇവർ ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടെന്ന് പറയുന്നു, ഒരു മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അന്ന് ഡേറ്റിലായിരുന്നു, ഞാനല്ലേ. അങ്ങനെ ഓ ഇല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞത്. സിദ്ദിഖ് പറഞ്ഞത് നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നല്ലേ. ആ കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ എന്നെയും ജോണി ചേട്ടനെയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ഈടായിട്ട് നമ്മള് ഹിറ്റ് കോമ്പോ അല്ലേ നമ്മൾ ഒരുമിച്ച്. അപ്പൊ ഈ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിൽ എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ എന്നതിനപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ
അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രൊമോഷന് ഉണ്ടോ, അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ. അതൊന്നും വേണ്ട എന്നോട് അങ്ങനെ ഇതിന്റെ. പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ബുദ്ധിരാക്ഷസിനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോണ കാര്യം. കാരണം പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടൻ്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ മെനയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ചിൽ അല്ലെ, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. കാരണം എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. ശരി, അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദർ അലി വിളിക്കും, എന്നെ എത്ര തവണ വിളിച്ചു രാത്രി? 4 ഞാൻ തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും ഇല്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ അളിയനെ രാവിലെ തന്നെ വിളിച്ചു, അളിയ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. വേറെ ആരുമില്ല, അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. അയാൾ കൃത്യമായി എന്തിന് BBC അടക്കം, BBC അടക്കം എന്ത് ചെയ്തു, ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദർ അലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോ പറഞ്ഞു വന്നത്, ഈ സിനിമ ബിന്ദുവും ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂവിൽ ഇതിനകത്ത് കേട്ട കാര്യം എന്ന് വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2017 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെയുണ്ട് ഒരു ഗുമ്മ്, പേരിലാണ് പകുതി. അപ്പൊ ഈ പേരെവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയോ ഒരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടേ, തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഇത് ഷാരിസ് പറഞ്ഞ കാര്യമാണ്. കാരണം ലിസ്റ്റിൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫന് വലിയൊരു കൈയടിയാവാം എന്നെനിക്ക് തോന്നുന്നു. പറയേണ്ടൊക്കെ പറഞ്ഞില്ല, ഒക്കെ അടിച്ചിട്ടുണ്ട്.